ഹലോ, നമ്മളിന്ന് ചീടയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. ചീട എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് നമ്മളൊക്കെ കഴിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. നല്ല കറുമുറാന്നിരിക്കുന്ന ഐറ്റമാണിത്. നമുക്ക് കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാനും വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വറുത്ത അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടി. അത് ഞാനൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കപ്പിൽ തന്നെയാണ് നമ്മളിതിലേക്ക് വേണ്ട വെള്ളമൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 3 ചെറിയ വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം. ഇതെല്ലാം കൂടി ഒരു ആവിയലിനൊക്കെ നമ്മൾ അരയ്ക്കത്തില്ല, ആ ഒരു പരുവത്തിനാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുത്ത ആ കപ്പിൻ്റെ അളവിൽ തന്നെ വേണം കേട്ടോ എടുക്കാൻ വെള്ളം. അങ്ങനെ 2 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ആ വെള്ളം അങ്ങ് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് അങ്ങ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കുക. അപ്പോൾ ചൂടുണ്ടാവും. നമ്മളൊരു സ്പൂൺ വെച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആദ്യം കൊടുക്കും. എന്നിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചൊഴിച്ച് നമ്മൾ എടുത്തിരുന്നാൽ മതിയാവും. പിന്നെ ചിലർ സ്റ്റൗവിൽ വെച്ചിട്ട് വെള്ളത്തിലോട്ട് പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് അതിനെക്കാട്ടിലും കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കുറച്ച് സമയം. എന്നിട്ടൊന്ന് തുറന്നിട്ട് കുറച്ച് എള്ള് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള എള്ളാണേ, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചെറിയ ചൂടുണ്ടാവും, എന്നാലും പതിയെ നമ്മളൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ചെറു ചൂടോടുകൂടി തന്നെ നല്ലതുപോലെ കുഴച്ച് എടുത്തിരുന്നാൽ മതിയാവും. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു ചെറിയ ബോൾസാക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ബോളാക്കി എടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ. ഉള്ളൊക്കെ വലുതായി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും, കുറേ സമയം എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീരെ ചെറിയ ബോൾസാക്കി നമ്മൾ ഇതേപോലെ എല്ലാം അങ്ങ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കുക, അതിലേക്ക് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കണമെങ്കിൽ എടുക്കാം, അത് കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളിയാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല കറുമുറാന്ന് കടിച്ച് അങ്ങ് കഴിച്ചോളും. ഇഷ്ടമാവും എല്ലാവർക്കും. നമുക്ക് വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ ഈ കറുമുറാന്നൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ള സ്നാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊരിക്കലും തീ കൂട്ടി വയ്ക്കരുത്, നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അറിയാമല്ലോ, പുറമേ അങ്ങ് കരിഞ്ഞു പോവും, ഉള്ളു വേവാണ്ട് ഇരിക്കും. കുറച്ച് സമയം നമ്മളൊന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വറുത്ത് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചീട അങ്ങ് റെഡിയായി വരും. അപ്പോൾ നല്ല നമ്മൾ ആ കൊട്ടിയപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ നല്ല ക്രിസ്പി ആണെന്നുള്ളത്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.